Good morning students. എല്ലാവരും ഹാപ്പി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. എന്താണ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. പിന്നെ എന്തൊക്കെയാ പഠിച്ചേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ്. പിന്നെയോ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യുമോ? അത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് എല്ലാവർക്കും പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. പ്രകൃതിയിലേക്ക് നോക്കിയാൽ വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പല സൈസിലും പല ടൈപ്പിലും പല കളേഴ്സിലുമുള്ള ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതൊരു ഓർക്കിഡ് പ്ലാന്റ് ആണ്. ഈ ഓർക്കിഡ് പ്ലാന്റ് നട്ടിരിക്കുന്നത് കോക്കനട്ട് ഫൈബർ ചകിരിയിലാണ്. ഇതിന് വളരുവാൻ വേണ്ടിയിട്ട് സോയിൽ ആവശ്യമില്ല. Almost 70% of orchids are epiphytes. ഏകദേശം 70% ഓർക്കിഡ്സും എപ്പിഫൈറ്റ്സ് ആണ്. Then what are epiphytes? The plants which depend on other plants for shelter. Epiphytes absorb moisture and nutrients from the air, rain, water or from debris accumulating around it. Example, വാണ്ട അല്ലെങ്കിൽ മരവാഴ. ഈ ചിത്രത്തിൽ കാണുന്നത് വാണ്ടയുടെ പടമാണ്. ഇതിന്റെ റൂട്ട്സിന് ചില പെക്യുലാരിറ്റീസ് ഉണ്ട്. They have very thick roots. ഈ റൂട്ട്സ് ഉപയോഗിച്ചാണ് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയ്ക്ക് വളരുവാൻ സോയിൽ ആവശ്യമില്ല. So these plants depend on other plants for shelter. ഷെൽട്ടറിന് വേണ്ടിയിട്ട് മറ്റു ചെടികളെ ആശ്രയിക്കുന്നു. So they are called epiphytes. Next we are going to study about parasitic plants. Plants that absorbs water and minerals from the host plant and prepare their own food with the help of the leaves are known as semi-parasites. Example, Loranthus, ഇത്തിൽക്കണ്ണി. ഈ ചെടികൾ ഹോസ്റ്റ് പ്ലാന്റ്സിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യും. പക്ഷെ ഇവയ്ക്ക് ഫുഡ് തനിയെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും by using the leaves. So they are called semi-parasites. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടുമുറ്റത്താണ്. എൻ്റെ പുറകെ നിൽക്കുന്ന മരം ശ്രദ്ധിച്ചോ? നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. എന്തെല്ലാമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? മാവിന്റെ ട്രങ്ക് കാണാം, ബ്രാഞ്ചസ് കാണാം, ലീവ്സും കാണാം. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കൂ. മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റൊരു ചെടിയും കാണാൻ സാധിക്കുന്നില്ലേ? അതാണ് ലൊറാന്തസ്, ഇത്തിൽക്കണ്ണി. ഞാനിവിടെ മാവിൽ നിന്ന് ഇത്തിൽക്കണ്ണി വളർന്നിരിക്കുന്ന കൊമ്പ് മുറിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കതൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇതാണ് മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിൽക്കണ്ണി അല്ലെങ്കിൽ ലൊറാന്തസ്. ഇത് നമുക്കൊന്ന് അടർത്തി മാറ്റുവാൻ നോക്കാം. വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിത് അടർത്തി മാറ്റുവാൻ. കാരണം ഇതിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ മാവിൻ്റെ കൊമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മാവ് ഓൾറെഡി സോയിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ലൊറാന്തസ് ഈ അബ്സോർബ് ചെയ്തിരിക്കുന്ന വാട്ടറും മിനറൽസും ഉപയോഗിക്കുന്നു. ഇതുമൂലം മാവിൻ്റെ വളർച്ചയെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു.
What are total parasites? Plants that absorb food directly from the host plants are total parasites. Host പ്ലാന്റ്സിൽ നിന്ന് നേരിട്ട് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ടോട്ടൽ പാരസൈറ്റ്സ്. ഇവയ്ക്ക് സ്വയമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സാമ്പിൾ കസ്ക്യൂട്ട ആൻഡ് റഫ്ലീഷ്യ. Cuscuta is a light yellowish green climber. Both Cuscuta and Rafflesia, they harm the host plants because they absorb the food directly from the plants. ഈ കാണുന്നത് റഫ്ലേഷ്യ ഫ്ലവർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ. ഇതൊരു ടോട്ടൽ പാരസൈറ്റിന് ഉദാഹരണമാണ്. Saprophytes. The plants which grow by absorbing nutrients from decomposed matter are known as saprophytes. Saprophytes വിഭാഗത്തിൽപ്പെട്ട ചെടികൾ ഡീകമ്പോസ്ഡ് മാറ്ററിൽ നിന്നാണ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത്. അഴുകിയ വസ്തുക്കളിൽ നിന്നായിരിക്കും ഈ ചെടികളെല്ലാം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. എക്സാമ്പിൾ മഷ്റൂം, നിയോട്ടിയ, മോണോട്രോപ്പ. അതുപോലെ തന്നെ ബ്രെഡിലും പിക്കിൾസിലും കാണപ്പെടുന്ന ഫംഗൈ എല്ലാം തന്നെ സാപ്രോഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. പറമ്പുകളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു ഫംഗസ് ആണ് കൂണ് അല്ലെങ്കിൽ മഷ്റൂം. ഈ മഷ്റൂമുകൾ വളരുന്നത് സാധാരണ ജീർണിച്ച വസ്തുക്കളിലായിരിക്കും. ഇത് കേടായ മരത്തിൽ വളരുന്ന മഷ്റൂമാണ് ഈ കാണുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫുഡ് ആൻഡ് ഷെൽട്ടറിന് വേണ്ടി മറ്റ് ചെടികളെ ആശ്രയിക്കുന്ന ചില ചെടികളെ പറ്റിയായിരുന്നു. കുരുമുളക് ചെടി, പാവൽ, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയെല്ലാം ഫുഡ് ആൻഡ് ഷെൽട്ടറിന് വേണ്ടിയാണോ മറ്റു ചെടികളെ ആശ്രയിക്കുന്നത്? അവയെല്ലാം വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആണ്. അവയുടെ തണ്ടിന് ബലം കുറവായിരിക്കും. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. എന്താണ് ക്ലൈംബേഴ്സ് എന്ന് നമുക്ക് നോക്കാം. Climbers are weak-stemmed plants. They climb on other plants with the support of spring-like parts called tendrils. Some plants have clinging roots. Example: pepper, bittergourd, snakegourd, gloriosa, etc. എൻ്റെ പുറകിൽ കാണുന്നത് കുരുമുളക് ചെടിയാണ്, പെപ്പർ പ്ലാന്റ്. ക്ലൈംബേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് കുരുമുളക് ചെടി. ഇവയുടെ തണ്ടിന് ബലം കുറവായിരിക്കും. These are weak-stemmed plants. So they climb on the other plants with the help of certain parts like tendrils or clinging roots. Clinging roots അല്ലെങ്കിൽ ടെൻട്രിൽസിൻ്റെയോ സഹായത്തോടു കൂടിയാണ് ഇവ മറ്റു ചെടികളിൽ ക്ലൈംബ് ചെയ്യുന്നത്. കുരുമുളക് ചെടിയുടെ സപ്പോർട്ട് അവരെ സഹായിക്കുന്നത് ക്ലിങ്ങിങ് റൂട്ട്സ് ആണ്. സോ ദേ ആർ കോൾഡ് ക്ലൈംബേഴ്സ്. ക്ലൈംബേഴ്സ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. ഇവയ്ക്ക് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ, ഇതിന് നമ്മൾ പറയുന്നതാണ് ടെൻട്രിൽസ്. ഈ ടെൻട്രിൽസിന് സഹായത്തോടു കൂടിയാണ് ഇവ മറ്റു ചെടികളിൽ പടർന്നു കയറുന്നത്. There are two types of tendrils: stem tendrils and leaf tendrils. പാഷൻ ഫ്രൂട്ടിൽ കാണുന്നത് സ്റ്റെം ടെൻഡ്രിൽസ് ആണ്. ഈ കാണുന്നത് ഗ്ലോറിയോസ എന്ന പ്ലാന്റ് ആണ്. ഇതൊരു ക്ലൈംബർ ആണ്. ഇതിന് ലീഫ് ടെൻഡ്രിൽസ് ആണ് ഉള്ളത്. ഇലകളുടെ അറ്റത്താണ് ടെൻഡ്രിൽസ് കാണാൻ സാധിക്കുന്നത്. Now we are going to discuss about creepers. Weak-stemmed plants that grow creeping on the ground are called creepers. They do not possess tendrils or clinging roots. So creepers are weak-stemmed plants. അവരുടെ തണ്ടിന്
ബലം കുറവായിരിക്കും. And they do not have tendrils or clinging roots. ഇവ രണ്ടും അവയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് they always grow by creeping on the ground. ഗ്രൗണ്ടിലൂടെ ക്രീപ്പ് ചെയ്താണ് ഇവ വളരുന്നത്. എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോകോട്ടൈൽ, സ്ട്രോബെറി എക്സെട്ര. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട്സിനെ കുറിച്ചാണ്. എന്താണ് റൂട്ട്സിന്റെ ഫങ്ഷൻ? ഇറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യും. എവിടെയാണ് വേരുകൾ കാണുന്നത്? മണ്ണിനടിയിലാണ് കാണുന്നത്. എല്ലാ വേരുകളും മണ്ണിനടിയിലാണോ കാണുന്നത്? അല്ല. നമുക്ക് പലതരത്തിലുള്ള റൂട്ട്സുകൾ, വേരുകളെ പരിചയപ്പെടാം. Diversity in roots. Prop roots. These roots grow downwards from aerial branches. Example, banyan tree. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ആൽമരമാണ്. ഈ മരത്തിന്റെ വേരുകൾ ബ്രാഞ്ചസിൽ നിന്ന് താഴോട്ടാണ് വളർന്നിരിക്കുന്നത്. ഈ വേരുകളാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ മരത്തിനെ സഹായിക്കുന്നത്. ഈ വേരുകൾ കാണുന്നത് സോയിലിന്റെ മുകളിലായിട്ടാണ്. സോ ദീസ് റൂട്ട് ആർ കോൾഡ് prop roots. ഇനി എന്താണ് സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് നമുക്ക് നോക്കാം. The roots that grow downward from the stem are called stilt roots. Example, screw pine, ആറ്റുകയല. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്ക്രൂ പൈൻ. ഇതിന്റെ വേരുകൾ സ്റ്റെമ്മിൽ നിന്നാണ് താഴോട്ട് വളരുന്നത്. ഇത് കാണുന്നത് സോയിലിന്റെ മുകളിലായിട്ടാണ്. ആൻഡ് ദീസ് റൂട്ട്സ് ഓൾസോ സപ്പോർട്ട് ദ ട്രീ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമറ്റോഫോഴ്സിനെ കുറിച്ചാണ്. The roots that grow towards the atmosphere which help in gaseous exchange are called pneumatophores. Example, mangroves. കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികൾ സാധാരണ കാണപ്പെടുന്നത് മാർഷി ഏരിയാസിലാണ്, ചതുപ്പ് നിലങ്ങളിലാണ്. ഇവയുടെ റൂട്ട്സിന്റെ ടിപ്സ് എപ്പോഴും അറ്റ്മോസ്ഫിയറിലേക്കാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ റൂട്ട്സ് ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. സോ ദീസ് ആർ കോൾഡ് ന്യൂമാറ്റോഫോഴ്സ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ടപ്പിയോക്ക അല്ലെങ്കിൽ കപ്പ. കപ്പയിൽ എങ്ങനെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കപ്പയിൽ എവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? യെസ്, അതിൻ്റെ വേരിലാണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റോറേജ് റൂട്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ഇഞ്ചി, ജിഞ്ചർ. ജിഞ്ചറിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ റൂട്ടിലല്ല. ജിഞ്ചർ ഒരു മോഡിഫൈഡ് സ്റ്റെമ്മാണ്. ഈ സ്റ്റെം കാണപ്പെടുന്നത് മണ്ണിൻ്റെ അടിയിലാണ്. അതുകൊണ്ട് ജിഞ്ചർ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. പലതരത്തിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. മരങ്ങൾ എന്തെല്ലാം നൽകുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. വാട്ട് ഡസ് ദ ട്രീസ് പ്രൊവൈഡ് us? ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഈ മരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ആരൊക്കെയാണ്?
woodpecker, honeybee, snake, squirrel, parrot, monkey, human being, etc. ഇവയെല്ലാം എന്തിനാണ് മരത്തെ ആശ്രയിക്കുന്നത്? Trees gives us food and shelter. ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി മരത്തെ ആശ്രയിക്കുന്നു. Trees gives us shade. തണല് നൽകുന്നു. Trees clean the air. വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. Trees protects the soil. സോയിലിനെ സംരക്ഷിക്കുന്നു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? എപ്പിഫൈറ്റ്സ്, സെമി പാരസൈറ്റ്സ്, ടോട്ടൽ പാരസൈറ്റ്സ്, സാപ്രോഫൈറ്റ്സ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സ്. എല്ലാവരും നന്നായി പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. താങ്ക് യു.